നമുക്ക് കൃത്യമായി സംസാരിക്കാം. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, യഥാർത്ഥത്തിൽ കേരള പോലീസിന് ഒരുപാട് സൽപ്പേരും കീർത്തിയും ഒക്കെ ഉള്ളതാണ്. അങ്ങനെ ഒരു പോലീസിൽ പക്ഷേ ഈ വിഷം ഒരു തുള്ളി മതി എന്ന് പറയുന്നത് പോലെ ഇത്തരക്കായ ക്രിമിനലുകൾ പോലീസിലുള്ളത്, അത് പോലീസിൽ പരാതി വന്നപ്പോഴാണ് ഇപ്പോഴായാലും മറ്റു പോലീസുകാരൻ തന്നെയാണ് ഇത് അന്വേഷിച്ച് കണ്ടെത്തി പരാതി കൊടുത്തതൊക്കെ. പക്ഷേ ഇത്തരം ക്രിമിനലുകളെ നേരത്തെ കണ്ടെത്താനുള്ള സംവിധാനം പോലീസ് സംവിധാനത്തിൽ വേണ്ടേ? ശ്രീ ജയകുമാർ പറഞ്ഞോളൂ. ഞാൻ റിട്ടയർഡ് ഒരു പോലീസുകാരനാണ്. ശരി, ഓക്കെ. അപ്പോൾ താങ്കൾക്ക് സ്വാഭാവികമായും അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി പറയാൻ അറിയുമായിരിക്കുമല്ലോ. പോലീസിലെ ഈ സംവിധാനങ്ങൾ വളരെ മോശമാണ്. ഈ പറഞ്ഞോളൂ ശ്രീ ജയകുമാർ. അവര് ഈ നമ്മൾ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ചെന്നാലും അവര് നമ്മളെ മാക്സിമം ഹറാസ് ചെയ്ത് വളരെ 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 നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലാണ് അവരുടെ സംവിധാനങ്ങൾ. പിന്നെ ഈ പോലീസുകാരില് 1% ഈ മോഷണം അവരുടെ തൊഴിലാണ്. എന്നുവെച്ചാൽ ഒരു ആക്സിഡന്റ് ഒരിടത്ത് റോഡിൽ ഉണ്ടായി കഴിഞ്ഞാൽ രാത്രിയാണെങ്കിൽ അവരെ ഫസ്റ്റ് പെട്രോൾ മോഷണമാണ് അവരുടെ പരിപാടി. ഇത് വ്യക്തമായിട്ടുള്ള ഞാൻ റിട്ടയർഡ് പോലീസുകാരനാണ്. ഞാൻ കണ്ണു മുമ്പേ കണ്ടിട്ടുള്ളതാണ്. ബൈപ്പാസിൽ വെച്ച് ഒരു ആക്സിഡന്റ് നടന്ന ഒരു ബൈക്കുകാരൻ ആക്സിഡന്റ് നടന്ന് ആംബുലൻസിൽ കൊണ്ടുപോയപ്പം ആ ബൈക്കിൽ നിന്ന് പെട്രോൾ മോട്ടിക്കുന്ന ഞാൻ വ്യക്തമായിട്ട് കണ്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ പോത്തൻകോട് സ്റ്റേഷനിലുള്ള ഒരു പോലീസുകാരെ മാങ്ങ കടയിൽ നിന്ന് പോത്തൻകോട് ഒരു കടയിൽ ചെന്ന് ഓഫീസർക്കെന്ന് പറഞ്ഞിട്ട് മാങ്ങ സ്ഥിരമായിട്ട് വാങ്ങിച്ച് പൈസ കൊടുക്കാതെ വാങ്ങിച്ചുകൊണ്ടാണ്. ഇതൊക്കെ സ്ഥിര സംവിധാനങ്ങളാണ്. പിന്നെ ഇതേപോലെ ഈ പൈസ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ട് ഉള്ള ഇതാണ്. സിറ്റി കഴിഞ്ഞാൽ റൂറലിലോട്ട് വ്യാപകമായിട്ട് പൈസ വാങ്ങിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇതൊക്കെ ഋഷി രാജ് സിംഗ് സാറ് ഡയറക്റ്റ് പിടിച്ചിട്ടുള്ളൊരു കേസ് അറിയാം. ഈ കൊല കൊണ്ടുവരുന്ന ലോറിയിൽ നിന്ന് പൈസ വാങ്ങിക്കുന്ന സംവിധാനം. ഇതൊക്കെ ഇങ്ങനെ ഒരു ശതമാനം ഇത് നടത്തിക്കൊണ്ടിരിക്കുക. അവർക്ക് സപ്പോർട്ടായിട്ട് അസോസിയേഷന്റെ ആൾക്കാരും ഉണ്ട്. അവര് പൂർണ്ണമായിട്ടുള്ള അവർക്ക് സപ്പോർട്ടാണ്. എന്ന് വെച്ചാൽ ഇതിൽ നല്ല ഒരു എമൗണ്ട് അവർക്ക് കൊടുക്കും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്താലും അതിന് അവര് താങ്കളെ സർവീസിലുണ്ടായിരുന്ന ഘട്ടത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ എങ്ങനെയായിരുന്നു? അവര് അല്ലാത്ത നല്ല ഉദ്യോഗസ്ഥർക്കെതിരെ അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു? നല്ല നമ്മൾ ഒരു തെറ്റായിട്ട് നമ്മൾ ശരിയായിട്ടുള്ള ഒരു കാര്യം ചെയ്താലും ചിലപ്പോൾ നമ്മുടെ മേലുദ്യോഗസ്ഥർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ മാക്സിമം നമ്മളെ ജി ഡി ഡ്യൂട്ടിലൊക്കെ ഇരിക്കുമ്പോൾ വളരെ ഹരാസ് ചെയ്തിട്ടുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ സിറ്റിയിൽ തന്നെ ജോലി ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പലപ്പോഴും ഈ മേലുദ്യോഗസ്ഥരും ഇത്തരം അഴിമതിക്കൊക്കെ അല്ലെങ്കിൽ ഇത്തരം വൃത്തികേടുകൾക്കൊക്കെ പ്രേരിപ്പിക്കാറുണ്ടോ? എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു CIക്ക് പൈസ വാങ്ങിക്കാനായിട്ട് പുള്ളി പൈസ വാങ്ങിക്കും. അപ്പൊ ഞങ്ങള് GD ഇരിക്കുമ്പോ ഞങ്ങള് അദ്ദേഹത്തിന്റെ കേസുകൾ അന്വേഷിച്ച് പോയി പ്രതികളെ അദ്ദേഹത്തിനെ പോയി കാണണമെന്ന് പറയാത്തതുകൊണ്ട് ആൾക്കാർ ഇരിക്കുമ്പോ അവരെ മുമ്പേ വെച്ച് വളരെ ഇതായിട്ട് ചീത്ത വിളിച്ച് ഹരാസ് ചെയ്യുമായിരുന്നു. അത് എന്റെ അനുഭവമാണ്. അദ്ദേഹം പിന്നെ അവിടുന്ന് അങ്ങനെയൊക്കെ ചീത്ത വിളിക്കുന്ന ആളുകൾക്കെതിരെ ഇപ്പോഴും ചീത്ത വിളിക്കുന്ന ചില ഉദ്യോഗസ്ഥരെങ്കിലും ഉണ്ട്. നമുക്ക് അവരെ ഇത് ചെയ്യാനൊന്നും നോക്കില്ല. എന്ന് വെച്ചാൽ അവർക്ക് വേറെ സപ്പോർട്ടുകളുണ്ട്, വേറെ ഓഫീസർമാർ മുകളിലോട്ട് സപ്പോർട്ടുണ്ട്. ശരി ജയകുമാർ, നമ്മുടെ സമയം അവസാനിക്കാൻ പോകുന്നതുകൊണ്ടാണ്. എന്തായാലും ഈ കാര്യത്തിൽ പ്രേക്ഷകരുടെ എല്ലാം ഏകദേശം പൊതുവായ അഭിപ്രായം തന്നെയായിരുന്നു. ഇത്തരം പുഴുക്കുത്തുകളെ ഒരു കാരണവശാലും പോലീസിൽ വെച്ച് പൊറുപ്പിക്കരുത്. അവർക്ക് സസ്പെൻഷൻ അല്ല, അവർക്കെതിരെ അതികർശനമായ നടപടികൾ, അവരെ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന തരത്തിലുള്ള നടപടികൾ വരണം. അങ്ങനെയുള്ള നടപടികൾ തുടർച്ചയായി വന്നാൽ ഇത്തരം കള്ളന്മാരെല്ലാവരും ഭയക്കും. അവരെല്ലാം ഇത്തരം തെറ്റ് ചെയ്യാൻ ഭയക്കും. ജനത്തിന് തന്നെ കൂടുതൽ നടപടി ഇങ്ങനെയുള്ള പോലീസുകാരൊക്കെ ഇപ്പോൾ ജനത്തിൻ്റെ ഒരു പൊതുധാരണ ഈ പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് അവന് നാളെ തിരിച്ചു കയറും, അവനൊക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നൊരു ധാരണ ജനത്തിന് എന്തായാലും ഉണ്ട് എന്നുള്ളത് കൂടി അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാണ്.